അപ്പോൾ നമ്മുടെ ചായയിൽ വെച്ചിട്ടുള്ള പാക്കിൻ്റെ റിസൾട്ട് കണ്ട ലൈവ് റിസൾട്ട് തന്നെയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു മാറ്റം തന്നെ മുഖത്ത് കിട്ടിയിട്ടുണ്ട്. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മൾ കാപ്പിപ്പൊടിയുടെ പാക്കുകൾ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇന്ന് കാപ്പിപ്പൊടി വെച്ചിട്ടല്ല, നമ്മളിന്ന് ചായപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്തേക്ക് കാണും. നല്ല കിട്ടും റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്രബിങ് പോലെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പാക്ക് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടേണ്ടതെന്ന് ഒത്തിരി പേർക്ക് അറിയാം. കാപ്പിപ്പൊടി പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ചായയിൽ വെച്ചിട്ടുള്ള പാക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കിട്ടും റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇച്ചിരി ചായയിൽ, അതായത് ആകെ ഒരു ടീസ്പൂൺ ചായയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ, ഈ ടീസ്പൂണിൻ്റെ അളവ് കാണിക്കാൻ പറ്റും, ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചായയിലെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തൈരാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ചാലിക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് മാത്രം മതി. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് കയ്യിലേക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ പാത്രത്തിലേക്കായിട്ട് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരം മുഖത്ത് സ്ക്രബിങ് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ പാക്ക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ സ്ക്രബിങ്ങിൻ്റെ കൂടി എഫക്റ്റ് കിട്ടിയിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യാനായിട്ട്. പാക്ക് അപ്പോൾ നല്ല കിട്ടും റിസൾട്ട് തന്നെ കിട്ടും. ശരിക്കും നമുക്കിതൊരു സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മുഖത്തത്തെ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കേൾക്കണ കുറേ പാക്കുകളൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും നമ്മുടെ മുഖത്താണ്, ഞാനിപ്പോൾ എല്ലാം നമ്മുടെ മുഖത്തിട്ട് നല്ല റിസൾട്ട് നമ്മൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നത് അല്ലേ. അത് നമ്മൾ ഒത്തിരി പാക്കുകൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാക്കുകൾക്കൊന്നും ഒരു വേറെ രീതിക്കുള്ളൊരു ദോഷം നമുക്ക് ഒറ്റ പാക്കിന് നമുക്ക് കണ്ടിട്ടില്ല. അത് മുഖത്തൊരു കുരു വരെ മുഖം ഡള്ളായിട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ ചായയിലും 1/4 ടീസ്പൂൺ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മൂക്കിൻ്റെ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടല്ലോ, ഡെഡ് സ്കിന്ന്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ട് നല്ല രസമായിട്ട് വരും നമ്മുടെ മുഖം. ചായയിലയുടെ നല്ലൊരു മണമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കയ്യുമ്മലത്തെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആവാനൊക്കെയായിട്ട് നല്ല കയ്യുമ്മലും കാൽമലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ കഴുത്തിൻ്റെ അവിടുത്തെ കറുപ്പ് കളറൊക്കെ പോകാനും എല്ലാത്തിനും നല്ല പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അത്രയ്ക്ക് നമുക്ക് സ്ക്രബിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അടുത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പാക്കും കൂടിയാണ്. സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം നോക്കി നല്ലൊരു തിളക്കായിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്കിൻ്റെ കൂടി റിസൾട്ട് വരുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഇനി ഫേഷ്യൽ ചെയ്ത് പൈസ ഒന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചായയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത്. അതിലോട്ട് വീണ്ടും നമ്മൾ ഇച്ചിരി തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ പോയി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പാക്കും കൂടിയാണ്. പിന്നെ അതിലോട്ട് നമുക്ക് തേനുണ്ടെങ്കിൽ 2-3 തുള്ളി തേൻ കേട്ടോ, അധികമൊന്നും വേണ്ട. 2-3 തുള്ളി തേൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ നമ്മുടെ മുഖത്തിന്
നിറം കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു 3-4 തുള്ളി തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം പൊടി മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിട്ടിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഇത്രയും കളറൊക്കെ എനിക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും. ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള കളറാണ്. ഇപ്പോൾ പിന്നെ വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ കളറിനൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് കൈമലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ ഇതൊന്നും വിചാരിക്കണ്ട. കണ്ണിൻ്റെ അവിടെ നമുക്കിത് അധികം മസാജ് കൊടുക്കണ്ട കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായലയുടെ ഒരു തരി ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിന് മസാജ് കൊടുക്കണ്ട കേട്ടോ. ശരിക്കും നമ്മുടെ നെറ്റിയും ആ മൂക്കിൻ്റെ അവിടെയൊക്കെ അത് ചെയ്തിട്ട് വരുമ്പോണ്ടല്ലോ നല്ല കിടുവാണ്. ഈ വെയിൽ കൊണ്ടിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അവിടത്തുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലത്. അതുപോലെ തന്നെ മാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു കളർ വരില്ലേ, അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അടിപൊളിയാട്ടോ. നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ആ പൊട്ട തൊലിയൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയൊക്കെ നമുക്ക് കിട്ടും. നല്ല ചുണ്ട് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇപ്പം നമ്മുടെ ഈ പാക്ക് നിങ്ങൾക്ക് സ്കിന്നിന് പറ്റിയെന്ന് വിചാരിക്കാം. എല്ലാവർക്കും എല്ലാ തരം സ്കിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് ചായ നമ്മുടെ വായിലേക്ക് പോകണം. വ്യത്യസ്തമായതുകൊണ്ട് നമുക്ക് സ്കിന്നുകളുടെ ടൈപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു പാക്കാണ്. പക്ഷേ ഓയിൽ സ്കിന്നുകാർ ഇത് ചെയ്യേണ്ട കേട്ടോ. അവർ ചെയ്യുമ്പോൾ റോസ് വാട്ടറിൽ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആകെ 1/2 ടീസ്പൂൺ ചായലയുടെ ആവശ്യം വന്നിട്ടുള്ളൂ നമ്മുടെ മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്തെടുക്കാനായിട്ട്. സമയം നമുക്കൊരു 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ളൂ. പൈസയും ലാഭം, നമുക്ക് വീട്ടിൽ നമ്മുടെ സൗകര്യത്തിന് നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ മുഖം വലിയ നമുക്ക് അറിയാൻ പറ്റും. ചായലയുടെ അതായത് കൊണ്ട് നമുക്ക് മുഖത്തെ വലിച്ചിൽ നല്ല പോലെ അറിയും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം. നമ്മൾ മുഖം കഴുകി വന്നു. നല്ല റിസൾട്ട് തന്നെ കേട്ടോ. മുഖത്ത് വന്നൊരു ബ്രൈറ്റ്നസ് കണ്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ചായല പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കിടുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇത് നമ്മൾ ഏതൊരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു മോയ്സ്ചറൈസ്, നമ്മുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അത് എപ്പോഴായാലും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.